ഹായ്. ഇന്നത്തെ വീഡിയോയിൽ മഴക്കാലത്തുണ്ടാകുന്ന കൊതുക് ശല്യം ഇല്ലാതാക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. നമ്മളെല്ലാവരും വീട്ടിൽ കൊതുക് തിരി കത്തിക്കാറുണ്ടല്ലേ, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് അങ്ങനെ എന്തെങ്കിലും കൊതുകിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എന്തായാലും അതൊന്നും ഇല്ലാതെ നമുക്ക് പറ്റില്ല അല്ലെ. പക്ഷെ അതിലടങ്ങിയിട്ടുള്ള ആ വസ്തുക്കളെ പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റോ നമ്മളൊന്നും ചിന്തിക്കാറില്ല അല്ലെ. നമ്മളതൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പല അലർജി പ്രശ്നങ്ങളും വരാറുണ്ട്. അത് ശ്വസിച്ചു കഴിയുമ്പോൾ നമുക്ക് തുമ്മലോ ചുമയോ പല രീതിയിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഇത് കൂടുതലും എഫക്ട് ചെയ്യാറല്ലേ. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ കൊതുകുതിരി തയ്യാറാക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നൊരു റീഫില്ലർ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന റീഫില്ലറിന് പകരമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ആര്യവേപ്പാണ്. ആര്യവേപ്പിന് നാച്ചുറൽ ആയിട്ട് കൊതുകിനെ കൊല്ലാനായിട്ടുള്ള കഴിവുണ്ട്. ആര്യവേപ്പിന്റെ പൂവോട് കൂടിയിട്ടുള്ള ഇല കിട്ടാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. എനിക്കത് കിട്ടിയിട്ടില്ല. നമ്മൾ വേല മാത്രമുള്ള തണ്ടുകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് അരയില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് റീഫില്ലർ അല്ലാതെ വെള്ളം ഒരല്പം മാത്രം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് ആ ഒരു ഉണ്ടാക്കി എടുത്തിട്ട് പുകയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കൊതുകിനെ തുരത്താൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അരയാനുള്ള വെള്ളം ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ. ഇപ്പൊ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുത്താൽ മതി. തിളപ്പിക്കാനുള്ള പാത്രത്തിലേക്ക് ആര്യവേപ്പിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കർപ്പൂരം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് പൊടിഞ്ഞിരിക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം മാക്സിമം പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കർപ്പൂരം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ ചൂടും നന്നായിട്ട് അറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് റീഫില്ലറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. റീഫില്ലർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്കിനി ഇതിന്റെ മെഷീനിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള പോലെ ഇത് കറണ്ടിൽ കുത്തിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ ആയാലും മതി കേട്ടോ. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ചിരാതിലാണ് കേട്ടോ ചെയ്യുന്നത്. ചിരാതില്ല എന്നുണ്ടെങ്കിൽ പഴയ വല്ല സ്റ്റീൽ പാത്രം ചെറുത് വല്ലതും മതിയാകും. നല്ലെണ്ണ ഇനി ഈ ചിരാതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം മതിയാവും. ചിരാതില്ല എന്നുണ്ടെങ്കിൽ പഴയ ഏതെങ്കിലും പാത്രത്തിൽ ചെയ്താൽ മതിയും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചക്കർപ്പൂരമാണ്. ഇത് നമ്മൾ പൊടിച്ചാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഈ ഒരു 10ന്റെ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. നമുക്ക് ഈ ഒരു ടിപ്പ് മാത്രമല്ല കേട്ടോ, മറ്റൊരു ടിപ്പും കർപ്പൂരം വെച്ച് ചെയ്യാനുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ കർപ്പൂരം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് കർപ്പൂരം ഇട്ട് കൊടുക്കാം. ഇത് പൊടിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ്. ഇതും ഒന്ന് പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. ഗ്രാമ്പു പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു കർപ്പൂരവും ഗ്രാമ്പൂ ചതച്ചതും കൂടെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കിട്ടണത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ എണ്ണയാണെങ്കിലും കരയാമ്പൂ ആണെങ്കിലും കർപ്പൂരം ആണെങ്കിലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് പാത്രത്തിൽ ഇട്ട ശേഷം മിക്സ് ചെയ്തിട്ട് അതിൽ 3-4 തിരി വീതം കത്തിച്ചു വെക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 3-4 ചിരാതുകൾ എടുത്തിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തിരി എടുത്തിട്ട് തിരി കത്തിച്ച് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ചിരാതായതുകൊണ്ട് ഒരു തിരി നമ്മൾ വെക്കുന്നുള്ളൂ. നമ്മൾ പാത്രത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 തിരിയോ 4 തിരിയോ ഒക്കെ വെച്ച് കത്തിച്ച് വെക്കാൻ പറ്റൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 3-4 ചിരാത് എടുത്തിട്ട് ഓരോ ചിരാതിലും ഇതുപോലെ ചെയ്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് വെച്ചു കൊടുത്താലും മതിയാകും. സന്ധ്യ നേരത്ത് നമുക്ക് ഇതുപോലെ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിനകത്ത് നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. അതുപോലെ കൊതുകിന്റെ ശല്യവും ഉണ്ടാകില്ല കേട്ടോ. കൊതുകിനെ തുരത്താൻ വേണ്ടി മാത്രമല്ല കേട്ടോ, മഴക്കാലത്ത് നമ്മുടെ വീടിന്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന വായുവിനെ ശുദ്ധീകരിക്കാനും
ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇനി നമുക്ക് കൊതുകിനെ ഇല്ലാതാക്കാനുള്ള അടുത്തൊരു മാർഗം നോക്കാം. ബേ ലീഫ്. അത് വലുതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കീറിയാണ് കേട്ടോ ഇടുന്നത്. ചിരാതിലോ മറ്റേതെങ്കിലും ഒരു പാത്രത്തിൽ ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ചിരാതിലാണ് ചെയ്യുന്നത്. ഇനി ഇതേ നമുക്ക് വേണ്ടത് കരയാമ്പുമാണ്. ഇത് മുഴുവനായിട്ടുള്ള കരയാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ടിപ്പിനായിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ചേർക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കർപ്പൂരം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതെ ആര്യവേപ്പിലയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതും കൂടെ വെച്ച് കൊടുക്കാം. കർപ്പൂരം നമുക്ക് കത്തിച്ചു കൊടുക്കാം. ഇതിങ്ങനെ പുകയ്ക്കലാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് പുകഞ്ഞു വരണം. ഇതിന്റെ ആ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അകത്തെ കൊതുക് എല്ലാനും ഇല്ലാതായിക്കോളും. ഇന്ന് കാണിച്ച 3 ടിപ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.